പ്രകാശൻ ചുനങ്ങാട് എഴുതിയ കഴുകൻ എന്ന നോവലിലെ 3-ാം ഭാഗത്തിലെ 4-ാമത്തെ അധ്യായം. നോവൽ കഴുകൻ, ഭാഗം 3, അധ്യായം 4. ചക്രവാളത്തിൻ്റെ തെക്കേ ചെരുവിൽ നിന്ന് പറന്നു വരികയായിരുന്ന ഒരു ചക്കിപ്പരുന്ത് രാവേറെ ചെന്ന നേരത്ത് കൊക്കരണിപ്പറമ്പിന് മുകളിൽ കുറേ നേരം വട്ടം ചുറ്റി. കൊക്കരണിയുടെ വക്കത്ത് നിൽക്കുന്ന ഒരു കാട്ടുമരത്തിൻ്റെ കൊമ്പിൽ ചിറകൊതുക്കിയിരുന്ന് തളർച്ച തീർത്തു. ചക്കിപ്പരുന്ത് കൊക്കരണിയിലെ വെള്ളത്തിലേക്ക് താണും ചെരിഞ്ഞു നോക്കി. മീനുകൾ ഏതെങ്കിലും വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരുമെന്നായിരിക്കണം ചക്കിപ്പരുന്ത് പ്രതീക്ഷിച്ചത്. അങ്ങനെ കാഴ്ചക്കാർക്ക് തോന്നാമെങ്കിലും ചക്കിപ്പരുന്ത് പറന്നു വരുന്നതും കാട്ടുമരക്കൊമ്പത്ത് ചിറകൊതുക്കിയിരുന്നതും കൊക്കരണിയുടെ ആഴത്തിലേക്ക് പാളി നോക്കുന്നതും ആരും കാണാനിട വന്നില്ല. കൊക്കരണിപ്പറമ്പ് വിജനമായിരുന്നു. ഈ അസമയത്ത് ആരെങ്കിലും കൊക്കരണിപ്പറമ്പിൻ്റെ 4 അയലത്ത് പോലും കടന്നു വരുമെന്ന് കരുതുകയേ വേണ്ട. കണ്ടനോ കുപ്പാണ്ടിയോ പോലും ഈ ഇടയായി രാത്രി നേരം കൊക്കരണിപ്പറമ്പിലേക്ക് കയറാറില്ല. ആ വഴി നടന്നു പോകുമ്പോഴൊക്കെ പറമ്പിൽ അവിടെ നിൽക്കുന്ന കൊന്നത്തെങ്ങുകൾ കണ്ടനെയും കുപ്പാണ്ടിയെയും മാടി വിളിച്ചു. അവരത് കണ്ടില്ലെന്ന് നടിച്ചു. ഇട്ടിച്ചിരിയുടെ വീർത്തു വികൃതമായ ശരീരം മുളയന്മാരുടെ കണ്ണുകളിൽ ഇപ്പോഴും വിറങ്ങലിച്ച് കിടന്നു. ചക്കിപ്പരുന്ത് മണ്ണിലേക്ക് പറന്നിറങ്ങി. കറുത്ത നിറമുള്ള നരയൻ കണ്ണുകളുള്ള പട്ടിയുടെ ആകൃതി പൂണ്ടു. പട്ടി കൊക്കരണിപ്പറമ്പിൽ നിന്ന് പാടത്തേക്ക് ചാടി കണ്ടങ്ങൾ മുറിച്ചു കടന്ന് പാടത്തിനക്കരെ കാണുന്ന ഇടവഴിയിലേക്ക് കയറി. ഇടവഴിയിലൂടെ ഓടി തരവത്തു വീടിൻ്റെ കടമ്പായ ചാടിക്കടന്നു. തെക്കേ വളപ്പിൽ മണ്ണിളകിക്കിടക്കുന്ന ഇട്ടിച്ചിരിയുടെ ചിതക്കുഴിയുടെ ചുറ്റും മണപ്പിച്ച് നടന്നു. കുഴിയുടെ നടുക്ക് തൂമ്പെടുത്ത് നിൽക്കുന്ന വാഴത്തയ്യിന്മേൽ ഉടലുരസി. തെക്കേ വളപ്പിൽ ചുറ്റിക്കറങ്ങി മുറ്റത്തിറങ്ങിയ പട്ടി കോലായിലോളം ചെന്നു. വീടിനെ വലം വെച്ചു. തെക്കേറയുടെ ജനാലപ്പാളി തുറന്നു കിടന്നിരുന്നു. കാർത്യായനി അമ്മ നല്ല ഉറക്കമായിരുന്നു. കറുത്ത നിറമുള്ള ഒരു പട്ടി ജനൽപ്പടിമേൽ മുൻകാലുകൾ വെച്ച് തന്നെ നോക്കി നിൽക്കുന്നത് കാർത്യായനി അമ്മ അറിഞ്ഞില്ല. പട്ടി കടമ്പായ ചാടിക്കടന്ന് വീണ്ടും ഇടവഴിയിലെത്തി. തിരിച്ച് പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ പട്ടിക്ക് രൂപമാറ്റം വന്നു. ഇപ്പോൾ പട്ടി കാണുന്നവർക്ക് പാവാടയും ബ്ലൗസും ഇട്ട സുന്ദരിയായ പെൺകിടാവാണ്. പാടവരമ്പുകളിലൂടെ അവൾ സ്വാതന്ത്ര്യത്തോടെ തെക്കോട്ട് നടന്ന് തെക്കേ പാടത്തെത്തി. പാടത്തിൻ്റെ കിഴക്കേ അരികെ കൈത്തോട്, തോട്ടിൻ്റെ കരയ്ക്ക് മണ്ണാത്തിപ്പാറ. ഒരു കൗതുകത്തിന് പെൺകിടാവ് മണ്ണാത്തിപ്പാറയിൽ കയറിയിരുന്നു. ആ നേരത്താണ് കാലുകൾ നിലത്തുറയ്ക്കാതെ കുപ്പാണ്ടി ആടിയാടി ആ വഴി വന്നത്. കുപ്പാണ്ടി അടുത്തടുത്ത് വന്നു. ആരാത് എന്ന് നാക്ക് കുഴഞ്ഞു ചോദിച്ചപ്പോൾ ഇട്ടിച്ചിരിയുടെ ആത്മാവിന് ചിരി വന്നു. പാവം കുപ്പാണ്ടിയെ പേടിപ്പിക്കേണ്ട. അവൾ ഇരുന്ന ഇരിപ്പിൽ മാഞ്ഞ് ഒരു തണുത്ത കാറ്റായി കുപ്പാണ്ടിയെ തൊട്ടു തലോടിക്കൊണ്ട് കടന്നുപോയി. ഇട്ടിച്ചിരിയുടെ ആത്മാവ് പാടം വഴി പടിഞ്ഞാട്ട് നീങ്ങി. പടർന്നു പന്തലിച്ച് മണ്ണിലേക്ക് വേരുകൾ ആഴ്ത്തി നിൽക്കുന്ന പേരാൽ മരത്തെ അവൾക്ക് നന്നേ ബോധിച്ചു. ആൽമരക്കൊമ്പുകളിൽ അവൾ ഊഞ്ഞാലാടി രസിച്ചു. പകൽ നേരം ഈ ആൽമരത്തിൻ്റെ മുകളിൽ ചക്കിപ്പരുന്തായി ഒതുങ്ങിക്കൂടാം. രാത്രികളിൽ പെണ്ണായും പട്ടിയായും പൂച്ചയായും ഇഷ്ടമുള്ള രൂപം കൊണ്ട് ദേശവഴികളിൽ ചുറ്റി നടക്കാം. അതിനടുത്ത ദിവസം പാതിരാ നേരത്തെ ചേലക്കോട്ടെ അടച്ചിട്ട പടിപ്പുര മുകളിലൂടെ ചക്കിപ്പരുന്ത് പറന്ന് മുകളിൽ തെക്കേ അറയുടെ ജനാലയ്ക്കൽ ചെന്നിറങ്ങി. ജനാല തുറന്നു കിടന്നിരുന്നു. അകത്തേക്ക് എത്തിച്ചു നോക്കി. കട്ടിലിൽ കിടക്ക മടക്കി വെച്ചിരിക്കുന്നു. അവൻ നാടുവിട്ട് കാണും. എന്നെങ്കിലും ഒരിക്കൽ അവൻ മടങ്ങി വരുമെന്നും അന്ന് അവനെ സൗകര്യം പോലെ നേർക്കുനേർ കാണാമെന്നും ഇട്ടിച്ചിരിയുടെ ആത്മാവ് നിരൂപിച്ചു. ചരൽപ്പറമ്പ് താണ്ടി ആൽത്തറയ്ക്കരികിലൂടെ വേണം അവന് തെക്കേ പാടത്തേക്ക് ഇറങ്ങാൻ. അവന് ഈ വഴി വന്നേ തീരൂ. വർഷങ്ങൾ എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ ഇട്ടിച്ചിരിയുടെ ആത്മാവ് തയ്യാറായിരുന്നു. അധ്യായം 5. 6 മണി കഴിഞ്ഞാണ് ശേഖരൻകുട്ടി ലോഡ്ജ് വിട്ടിറങ്ങിയത്. മുറിയൊഴിഞ്ഞ കണക്ക് തീർത്തു. രാമേട്ടനോട് യാത്ര പറഞ്ഞു. 5 ഉറുപ്പികയുടെ ഒരു നോട്ട് ശെൽവൻ്റെ കീശയിലും വെച്ചു കൊടുത്തു. അവൻ ബസ് സ്റ്റാൻഡിലോളം വന്നു. ഒറ്റപ്പാലത്ത് ബസ്സിറങ്ങുമ്പോൾ നേരം നന്നായി ഇരുട്ടിയിരിക്കുന്നു. പെട്ടി തുറന്ന് ടോർച്ച് പുറത്തെടുത്തു. നക്ഷത്രങ്ങളില്ലാത്ത കറുത്ത ആകാശം. ഇന്ന് അമാവാസിയായിരിക്കും. പ്രതീക്ഷകളില്ലാത്ത സ്വന്തം ജീവിതം പോലെ. ടൗണ് വിട്ട് വടക്കോട്ട് പാലാട്ട് റോഡ് വഴി ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കയ്പഞ്ചേരി ഇടവഴിയായി. ഇടവഴി ഇറങ്ങി ചെല്ലുന്നത് ചങ്ങലം പാടത്തേക്ക്. പാലാട്ട് റോഡിലാണ് വക്കീൽ കൃഷ്ണമേനോൻ്റെ വീട്. അച്ഛൻ്റെ അടുത്ത സുഹൃത്ത്. കൊക്കരണിയിൽ ശവം പൊങ്ങിയ വിശേഷം വക്കീൽ അറിഞ്ഞു കാണുമോ? അറിയാതിരിക്കില്ല. വക്കീലന്മാരും പോലീസുകാരും അടുത്ത ബന്ധുക്കളാണ്. എൻ്റെ പറമ്പിലെ കൊക്കരണിയിലാണ് ശവം പൊങ്ങിയതെന്ന് അച്ഛൻ തന്നെ വക്കീലിനെ കാണുമ്പോൾ യാദൃശ്ചിയാ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നുറപ്പാണ്. സ്റ്റേഷനിലെ റെക്കോർഡിൽ ശേഖരൻകുട്ടിയുടെ പേരില്ല.
ഇട്ടിച്ചിരിയുടെ കൊലപാതകം ഒരു തെളിയ കേസായി കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നു. കുട്ടിനാരായണൻ്റെ അയൽവാസി ഒരാൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ റൈറ്ററാണ്. അയാൾ കുട്ടിനാരായണൻ്റെ വീട്ടിൽ പറഞ്ഞത്, കുട്ടിനാരായണൻ നാട്ടിൽ പോയപ്പോൾ അവൻ്റെ അമ്മ നാട്ടുവിശേഷങ്ങളുടെ കെട്ടഴിക്കുമ്പോൾ മകനോട് വിസ്തരിച്ചത് അവൻ ശേഖരൻകുട്ടിയോട് പറഞ്ഞു. പാവം പെൺകുട്ടി, അത് ചെയ്തതാരായാലും ആ ദുഷ്ടൻ പുഴുത്തേ ചാവൂ എന്നാണത്രേ കേട്ടവരെല്ലാം പറയുന്നത്. നാട്ടുംപുറത്തുകാരുടെ മണ്ടൻ വിശ്വാസങ്ങൾ. കൊച്ചുനാരായണൻ്റെ പറച്ചിൽ കേട്ട് അന്ന് അകമേ ചിരിച്ചു. ചങ്ങലംപാടത്തേക്കിറങ്ങി. കളിമണ്ണ് കലർന്ന മണ്ണാണ് ചങ്ങലംപാടത്ത്. മഴക്കാലത്ത് വരമ്പുകളിൽ കാലുവഴുക്കി പോകും. വിഷു കഴിഞ്ഞ് പൂട്ടിപ്പൊടിയാക്കിയ കണ്ടങ്ങൾ. ഇടവപ്പാതി വരാൻ ഇനിയധികം നാളുകൾ ഇല്ലെന്ന് തോന്നുന്നു. പഠിക്കാൻ പാലക്കാട്ട് പോയതിൽ പിന്നെ കൃഷിയോ കൃഷിപ്പണിയോ മനസ്സിലേക്ക് കയറിയിട്ടേയില്ല. നാട് വിടുന്നതിന് മുമ്പും കന്നുപൂട്ടും നടിയിലും കൊയ്ത്തും മെതിയുമെല്ലാം അച്ഛൻ്റെ മാത്രം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണെന്ന് ധാരണയായിരുന്നു. അങ്ങനെ തന്നെയാണ് അച്ഛൻ ആഗ്രഹിച്ചതും. മകൻ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനായി കാണണമെന്നായിരിക്കാം അച്ഛൻ്റെ ഉള്ളിലിരിപ്പ്. കൃഷിപ്പണിയിൽ താല്പര്യമില്ലെങ്കിലും നെല്ലും തേങ്ങയും വിറ്റ് കിട്ടുന്ന പണത്തിനോട് സ്നേഹമുണ്ടായിരുന്നു. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ അച്ഛൻ പത്തായത്തിനുള്ളിൽ ഭദ്രമായി വെച്ചു കെട്ടിയ മരപ്പെട്ടി തുറക്കുന്നു. നോട്ടിൻ്റെ കെട്ടുകൾ മകൻ്റെ പെട്ടിയിൽ വെച്ചു തരുന്നു. 2 കട്ട ടോർച്ചിൻ്റെ ഇത്തിരി വെട്ടത്തിൽ ചങ്ങലംപാടം താണ്ടി കണ്ണത്താ ദൂരം പരന്നുകിടക്കുന്ന ചരൽപ്പറമ്പിലേക്ക് കയറി. ആരുടെയൊക്കെ വകയെന്നോ അതിരുകൾ എവിടെയെന്നോ നിശ്ചയമില്ലാതെ വേലിയും കോലുമില്ലാതെ മലർന്നു കിടക്കുന്ന മൊട്ടപ്പറമ്പിൻ്റെ പരന്ന നെഞ്ചിലൂടെ തലങ്ങും വിലങ്ങും നീളുന്ന ഒറ്റയടിപ്പാതകൾ. തൽക്കാലം വളച്ചു കെട്ടിയ ചില ഭാഗങ്ങളിൽ വിഷുപ്പിറ്റേന്ന് എള്ളും മോടനും വിതച്ചിരിക്കുന്നു. കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട്. ദേശം ഉറക്കമായിരിക്കുന്നു. അകലങ്ങളിൽ മുനിഞ്ഞു കാണുന്ന ഇത്തിരി വെട്ടങ്ങൾക്ക് ഇരുട്ടിൻ്റെ കട്ടി കുറയ്ക്കാനാവുന്നില്ല. ഒറ്റപ്പാലത്തെ തീപ്പെട്ടി കമ്പനിയിലും അങ്ങാടിയിലും പണിക്ക് പോകുന്നവർ എപ്പോഴോ വീടണഞ്ഞിട്ടുണ്ടാവും. പട്ടണവാസികളെപ്പോലെ രാത്രി ഉണർന്നിരിക്കുന്ന സ്വഭാവം നാട്ടുംപുറത്തുകാർക്കില്ല. കിഴക്കെവിടെയോ ഒരു നായ ഊരിയിട്ടു. മറുദിക്കുകളിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നായ്ക്കൾ ഏറ്റുപിടിച്ചു. ദൂരെ ഒറ്റമരത്തണലിലിരുന്ന് കൂമൻ അമർത്തിമൂളി. എത്ര നടന്നിട്ടും പറമ്പുകൾ അവസാനിക്കുന്നില്ല. കാൽപാദങ്ങൾ വേദനിക്കുന്നു. ശരീരം തളരുന്നു. എവിടെയെങ്കിലും ഒന്നിരിക്കണം. ഇന്നലത്തെ അമിത മദ്യപാനത്തിൻ്റെ ബാക്കിയാണ് ഈ തളർച്ച. കുന്നിറങ്ങിച്ചെല്ലുന്നത് തെക്കേപ്പാടത്തേക്കാണ്. പാടം കിഴക്കോട്ട് മുറിച്ചു കടന്ന് തോട്ടിൻ്റെ കരപറ്റി അധികാരി അമ്മാവൻ്റെ പടിപ്പുരയ്ക്ക് മുമ്പിലൂടെ പിന്നെയും വടക്കോട്ട് നടക്കണം 2 നാഴിക ദൂരം. കുന്നിറക്കത്തിൽ വലതുവശത്ത് പേരാൽത്തറ. ആൽത്തറയ്ക്കരികെ കരിങ്കല്ലത്താണി. ഒറ്റപ്പാലത്ത് നിന്ന് അരിയും പലവ്യഞ്ജനങ്ങളും ചാക്കുകളിൽ ചുമന്ന് നാട്ടിലുള്ള കടകളിലും വീടുകളിലും എത്തിക്കുന്നവർ അത്താണിയിൽ ചാക്ക് ഇറക്കി വെച്ച് ആൽത്തറയിൽ ഇരുന്ന് ക്ഷീണം തീർക്കുന്നു. ശേഖരൻകുട്ടി ആൽത്തറയിലേക്ക് ടോർച്ചടിച്ചു. ആൽത്തറ ശൂന്യം. ഭ്രാന്തൻ കുമാരൻ്റെ കിടപ്പ് ഇവിടെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒടിയനെയോ പ്രേതങ്ങളെയോ അവന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് കുമാരനെയും കാണുന്നില്ല. രാത്രി ഏറെ വൈകിയിരിക്കുന്നു. ആകാശത്തോളം മുങ്ങിക്കിടക്കുന്ന ഇരുട്ട്. നായ്ക്കളുടെ ഓളി ഇപ്പോഴും നിലച്ചിട്ടില്ല. പെട്ടി തലയ്ക്കൽ വെച്ച് ടോർച്ച് തൊട്ടരികെ വെച്ച് ശേഖരൻകുട്ടി ആൽത്തറയിൽ മലർന്നു കിടന്നു. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ബാക്കി ദൂരം നടന്നു താണ്ടാനുള്ള ശക്തി കിട്ടുമെന്ന് അവൻ പ്രത്യാശിച്ചു. കൊമ്പുകൾ നീട്ടിപ്പിടിച്ച് പ്രായമേറെ ചെന്ന പേരാൽ തലയ്ക്ക് മുകളിൽ. പേരാലിൻ്റെ വേടുകൾ മണ്ണിലേക്ക് തൂങ്ങിക്കിടക്കുന്ന പാമ്പുകളെപ്പോലെ തോന്നിച്ചു. ഇലകളുടെ മർമ്മരം. സുഖമുള്ള കാറ്റ്. കണ്ണുകൾ താനേ അടയുന്നു. അപ്പുവേട്ടാ. ആലിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം. ശേഖരൻകുട്ടി ഞെട്ടി ഉണർന്നു. കിടന്നുകൊണ്ട് തന്നെ അവൻ മുകളിലേക്ക് കണ്ണു പായിച്ചു. കട്ട പിടിച്ച ഇരുട്ട് മാത്രം. തോന്നിയതായിരിക്കും. തന്നെ പരിചയമുള്ള ഏത് സ്ത്രീയാണ് ഈ അസമയത്ത് ആലിൻ്റെ മുകളിൽ? അപ്പുവേട്ടാ. പുള്ളുവൻ്റെ വീണയിൽ നിന്നെന്ന പോലെ വീണ്ടും അതേ ശബ്ദം. അവൻ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. അത് ഇട്ടിച്ചിരിയുടെ ശബ്ദമാണ്. വീണ്ടും ഇട്ടിച്ചിരി പേരെടുത്ത് വിളിക്കുന്നത് അവൻ വ്യക്തമായി കേട്ടു. കുടമണി കുലുങ്ങുന്നതുപോലെ അവളുടെ ചിരി. ആൽത്തറ വിട്ട് ഓടി അകലാനുള്ള വെപ്രാളത്തിൽ അവൻ ആലിൻ്റെ വേരിൽ തടഞ്ഞ് കമിഴ്ന്നടിച്ചു വീണു. പിടഞ്ഞെണീറ്റ് നിലത്ത് കിടക്കുന്ന പെട്ടിയെടുത്ത് ഇടങ്കൈ കൊണ്ട് ഒതുക്കി പിടിച്ച് ഓടി. വലങ്കൈയിൽ ടോർച്ചുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടില്ല. വരമ്പത്തുകൂടി കുറേ നേരം ഓടിയതിനു ശേഷമാണ് ടോർച്ച് തെളിച്ചത്. തൊട്ടു പിന്നാലെ ഇട്ടിച്ചിരി ഉണ്ടെന്ന തോന്നൽ ശക്തമാവുന്നു. സർവ്വശക്തിയുമെടുത്ത് ഓടി. ഏതു നിമിഷവും അവളുടെ കൈ നീണ്ടുവരുമെന്നും കഴുത്തിൽ പിടിമുറുക്കുമെന്നും അവൻ പേടിച്ചു. അധികാരി അമ്മാവൻ്റെ പടിപ്പുര താണ്ടിയപ്പോഴാണ് ഇത്തിരി ശ്വാസം വീണത്. അവൾ ആലിൻകൊമ്പത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ എത്രയോ മുമ്പേ അവൾ ഒപ്പം എത്തേണ്ടതാണ്. ഇട്ടിച്ചിരി ഭൂമി വിട്ടു പോയിട്ടില്ല.
നാട്ടിൽ ചുറ്റിത്തിരികയാവണം. അവളുടെ ജീവനെടുത്ത് നാട് വിട്ടുപോയ ശേഷം ഇപ്പോഴാണല്ലോ തിരിച്ചു വരുന്നത്. അവൾ കാത്തു കഴിയുകയായിരിക്കും പോയ ദിവസങ്ങളിൽ. ഇട്ടിച്ചിരി പ്രേതമാണ് ഗതി കിട്ടാതെ അലയുന്നവൾ. അവൾ പകയുള്ളവളാണ്. അവളുടെ ഈ രൂപാന്തരത്തിന് കാരണക്കാരൻ എന്നെങ്കിലും ഒരിക്കൽ മടങ്ങി വരുമെന്ന് അവൾക്ക് നിശ്ചയമുണ്ടാവും. തോട്ടുവരമ്പത്തുകൂടി ഓടി തറവാടിൻ്റെ പടിപ്പുര വരെ പോകുന്ന വലിയ വരമ്പത്തേക്ക് തിരിഞ്ഞു. അറിയാതെ അകലെ ഇരുട്ടിൽ നിഴലുപോലെ കാണുന്ന കൊക്കർണിപ്പറമ്പിലേക്ക് നോക്കിപ്പോയി. കണ്ണുകൾ പിൻവലിച്ച് ആകാവുന്നത്ര വേഗമെടുത്ത് പടിപ്പുരയോളം എത്തി. പടിപ്പുര അടഞ്ഞു കിടക്കുന്നു. അകത്ത് നിന്ന് തഴുതിട്ടിട്ടുണ്ട്. കയ്യിലിരുന്ന പെട്ടികൊണ്ട് വാതിലിൽ ആഞ്ഞുമുട്ടി. "വാതിൽ തുറക്കച്ചാ!" ശേഖരൻകുട്ടി അലറി വിളിച്ചു. അധ്യായം 6. ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ശിവരാമ മേനോൻ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു. പാതിരാവ് കഴിയും മേനോൻ കിടക്കാൻ അകത്തേക്ക് പോകണമെങ്കിൽ. തങ്കമ്മയുടെ നിർബന്ധം സഹിക്കാതാവുമ്പോൾ മാത്രം കോലായിൽ തൂക്കിയിട്ട മങ്ങിക്കത്തുന്ന കമ്പിറാന്തൽ മേനോന് കൂട്ടിരുന്നു. മാസം 3 കഴിഞ്ഞു അപ്പു വീട് വിട്ടു പോയിട്ട്. പാലക്കാട്ടെ ലോഡ്ജിൽ അന്വേഷിച്ചപ്പോൾ അവൻ മദിരാശിയിലേക്ക് വണ്ടി കയറിപ്പോയിരിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു എന്നാണത്രേ രാമൻ നായരോട് പറഞ്ഞത്. മകൻ്റെ വിവരങ്ങൾ അറിയാൻ തങ്കമ്മ കാത്തിരിക്കുന്നു. പെറ്റത് മൂർഖൻ പാമ്പിനെ ആണെങ്കിലും തള്ളയ്ക്ക് മകനല്ലാതാവില്ലല്ലോ. എന്തിനവളെ കുറ്റപ്പെടുത്തണം? തല്ലിക്കൊല്ലാൻ കൈ തരിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ മദിരാശിയിൽ അലഞ്ഞു നടക്കുന്നുണ്ടാവുമോ എന്ന ആലോചന വരുമ്പോൾ ഒരു നീറ്റൽ. അവനോട് സഹതാപം തോന്നേണ്ട കാര്യമില്ല. ഒരു പാവം പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുക, അവളുടെ വയറ്റിൽ കുരുത്ത അവൻ്റെ തന്നെ ജീവൻ്റെ അംശമായ കുരുന്നിനെ നശിപ്പിക്കുക, കടുകുമണിയോളമെങ്കിലും കരുണയില്ലാതെ. അവനെ ഓർത്ത് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. അതിബുദ്ധിയാണവനെ. എങ്ങനെ എടുത്തെറിഞ്ഞാലും 4 കാലിൽ വീഴും. മദിരാശിയിലും അവൻ കാലുറപ്പിച്ചു നിൽക്കും. അവൻ തിരിച്ചു വരും. അക്കാര്യത്തെ ശിവരാമേനോന് സംശയം ഏതുമില്ല. തീയും പുകയും മാറുന്നതുവരെ കാത്തിരിക്കുകയും ദുഷ്ടജന്തു. "വന്നു കിടക്കൂന്നേ," തങ്കമ്മ പറയുന്നു. അവളുടെ ഉറക്കം കളയണ്ട. മേനോൻ എണീറ്റു. കമ്പിറാന്തൽ തൂക്കുകമ്പിയിൽ നിന്ന് പൊക്കിയെടുത്തു. തളത്തിലേക്ക് കടക്കാനായുമ്പോഴാണ് പടിപ്പുര വാതിലിൽ ശക്തിയായി ഇടിക്കുന്നത് കേട്ടത്. ഒപ്പം ഒരു അലറിക്കരച്ചിലും. മേനോൻ റാന്തലുമായി വേഗം മുറ്റത്തിറങ്ങി. പടിപ്പുരവാതിൽ മലർക്കെ തുറന്നു. വിളക്ക് പൊക്കി പിടിച്ച് പുറത്തു നിൽക്കുന്ന ആളിനെ സൂക്ഷിച്ചു നോക്കി. ഒറ്റ നോട്ടത്തിൽ ഭ്രാന്തൻ കുമാരനാണെന്നാണ് തോന്നിയത്. താടിയും ചപ്രത്തലയും കണ്ട് സംശയിച്ചു പോയതാണ്. അപ്പു. മേനോൻ്റെ വയറൊന്ന് കാളി. ഇവനെ ഭ്രാന്തായി പോയോ ദൈവമേ? അപ്പു അകത്തേക്ക് കടന്നു. മേനോൻ വാതിലടച്ചു. പെട്ടി മാറത്തടക്കി പിടിച്ച് തൊടിയിലെ ഇരുട്ടിലേക്ക് ടോർച്ച് വായിച്ചുകൊണ്ട് അവൻ അച്ഛനെ ചേർന്ന് നടന്നു. അവൻ്റെ കാലുകൾ ഇടറുന്നുണ്ടെന്ന് മേനോൻ ശ്രദ്ധിച്ചു. "എന്താടാ, നിനക്ക് എന്തു പറ്റി?" അച്ഛൻ ചോദിച്ചവൻ കേട്ടതായി തോന്നിയില്ല. കോലായിലേക്ക് കയറി പെട്ടിയും ടോർച്ചും അടുത്തു വെച്ച് അരത്തിണ്ണയിൽ തൂണു ചാരിയിരുന്നു. അവൻ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കോലവും വെപ്രാളവും കണ്ട് അമ്മയുടെ മനസ്സടിഞ്ഞു. "എന്താ അപ്പു, എന്താ നിനക്ക്?" "ഞാൻ കേട്ടു." "എന്തു കേട്ടെന്നാ നീ പറയണേ?" "അവളെന്നെ പേരെടുത്ത് വിളിച്ചു." "ആര്?" "ആ ഇട്ടിച്ചിരി." "എവിടെന്നാ കേട്ടത്?" "തെക്കേപ്പാടത്തിൻ്റെ വക്കത്തൊരാലില്ലേ, അതിൻ്റെ മോളിന്ന്." "നിനക്ക് തോന്നിയതാവും." "അല്ല, അപ്പുവേട്ടാന്ന് 3 പ്രാവശ്യം വിളിച്ചു." "എന്നിട്ട് നീ അവളെ കണ്ടോ?" "ഇല്ല, അവൾ ആലിൻ്റെ കൊമ്പത്തിരിപ്പാണ്. കൂറ്റാക്കൂറ്റിരുട്ടത്ത് ഒന്നും കാണാൻ വയ്യ." "നിന്നെ ആരെങ്കിലും കളിപ്പിച്ചതാണെങ്കിലോ ടോർച്ചടിച്ച് നോക്കായിരുന്നില്ലേ?" മേനോൻ ചോദിച്ചു. അവൻ പകരമേതും പറയാതെ കീഴോട്ട് നോക്കിയിരുന്നു. മേനോൻ ഇത്രമാത്രം പറഞ്ഞു. "രാത്രി പുറത്തിറങ്ങി നടക്കേണ്ട. പകൽ എവിടെ പോയാലും അസ്തമയത്തിന് മുമ്പ് വീടെത്തിക്കൊള്ളണം. പറഞ്ഞത് മനസ്സിലായോ?" അവൻ തലകുലുക്കി. "രാത്രി നേരങ്ങളിൽ നാട്ടുവഴികളിൽ ഒരു സ്ത്രീയെ കണ്ടവരുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ഒരുത്തിയെ കണ്ടുവെന്ന് കുപ്പാണ്ടിയും സാക്ഷ്യം പറയുന്നു." "ഞാൻ കണ്ടു മൂത്താരെ. മണ്ണാത്തിപ്പാറയുടെ മോളിൽ ഒരു പെണ്ണ് കുത്തിരിക്കണു. ആരാന്ന് ചോദിച്ചിട്ട് മിണ്ടണില്ല. അടുത്ത് ചെന്നപ്പോൾ ആളെയും കാണാനില്ല." "നീ കുടിച്ചിട്ടുണ്ടായിരുന്നോ കുപ്പാണ്ടി?" "ഉവ്വ് മൂത്താരെ, ലേശം മോന്തിയിരുന്നു." "സുമാർ എത്ര മണിയായിട്ടുണ്ടാവും?" "മണിക്കണക്കൊന്നും എനിക്കറിയില്ല. നട്ടപ്പാതിരയാണ്." "നീ എന്തിനാ നട്ടപ്പാതിരയ്ക്ക് ആ വഴിക്ക് പോയത്?" "അത് പിന്നെ മൂത്താരെ, കക്കാൻ ല്ലേ?" കുപ്പാണ്ടി പരിങ്ങുന്നു. "അതിര് വിട്ട് മോന്തിക്കാണും ചാരായം. അപ്പോൾ അതും അതിലപ്പുറവും കണ്ണിൽ കാണുമെന്ന് ശിവരാമ മേനോനെ ബോധ്യപ്പെട്ടു. കഥയുണ്ടാക്കി പറയാൻ മിടുക്കന്മാരാണ് ചില ആളുകൾ എങ്കിലും അത്തരക്കാരാണ് രാത്രി അസമയത്ത് ഒരു പെണ്ണ് വഴിവക്കിൽ നിൽക്കുന്നത് കണ്ടു, അവൾ നടന്നു പോകുന്നത് കണ്ടു എന്നൊക്കെ കഥകൾ മെനയുന്നത്.
അപ്പുനായരെ എങ്ങനെ വിശ്വസിക്കും? പീടിക മുക്കിൽ റേഷൻ കടയുണ്ട് അപ്പുനായർക്ക്. 9 മണിക്ക് കടയടച്ച് തണ്ടാൻ വേലായുധൻ്റെ കുടിയിൽ കയറി 200 മില്ലി അകത്താക്കിയിട്ട് അപ്പുനായർ വീട്ടിൽ പോകും. ചൂട്ടു വീശി കത്തിച്ചുകൊണ്ടാണ് അപ്പുനായരുടെ രാത്രി സഞ്ചാരം. പോക്കറ്റ് ലാമ്പ് ഉപയോഗിക്കുന്ന ശീലമില്ല അയാൾക്ക്. വേലായുധൻ്റെ ഇല്ലിപ്പടിക്കൽ ചൂട്ട് കുത്തിക്കെടുത്തും സേവ കഴിഞ്ഞ് വീണ്ടും ചൂട്ട് കൊളുത്തി വീശി വീട്ടിലേക്ക് നടക്കും. വേലായുധൻ്റെ ഇടവഴി പീടികമുക്കിൽ നിന്ന് പടിഞ്ഞാട്ട് പോകുന്ന ചരൽപാതയിൽ ചേരുന്നു. ഇടവഴിയിൽ നിന്ന് പാതയിലേക്ക് കയറിയില്ല. ആരോ പിന്നിലുണ്ടെന്നൊരു തോന്നൽ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പെണ്ണ്. അപ്പുനായർ നിന്നു. അവളും നിന്നു. ആരാ? ഉത്തരമില്ല. ചിറ്റേടത്തെ കല്യാണിയാണെന്നാണ് ആദ്യം തോന്നിയത്. അവളെ അസമയത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാലും അതിശയിക്കാനില്ല. ഇതൊരു പെങ്കിടാവാണ്. കല്യാണിയുടെ മകളായിരിക്കുമോ? വേലിച്ചാടിപ്പയ്യൻ്റെ മകള് മതിൽ ചാടും എന്നാണല്ലോ ചൊല്ല്. എന്നാൽ അവളെ ഒന്ന് ഗുണദോഷിച്ചിട്ട് തന്നെ കാര്യമെന്ന് മനസ്സിലുറപ്പിച്ചു. ചൂട്ട് ഒന്നാഞ്ഞു വീശി. ഇപ്പോൾ ഇടവഴി നന്നായി കാണാം. പക്ഷെ ആ പെണ്ണിനെ കാണുന്നില്ല. പെണ്ണെവിടെ? നിന്ന നിൽപ്പിൽ മറഞ്ഞു പോയിരിക്കുന്നു. കാലിനടിയിൽ നിന്നൊരു വിറ മൂർധാവ് വരെ എത്തി എന്നാണ് അപ്പുനായർ പറഞ്ഞത്. എങ്ങനെയോ വീടെത്തി. കാലത്ത് എഴുന്നേറ്റപ്പോൾ നല്ല പനി. 2 ദിവസം റേഷൻ കടയിൽ പോയില്ല. കടയിലേക്ക് മൂത്ത മകൻ ഗോപിയെ വിട്ടു. ശിവക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ അയാൾ തന്നെയാണ് ആ സംഭവം രഹസ്യമായി മേനോനോട് പറഞ്ഞത്. അത് അവളായിരിക്കില്ലേ മേന്നെ? ആര്? ഇട്ടിച്ചിരി കറുകത്തലയ്ക്കൽ. അവൾക്ക് ആരെങ്കിലും വെള്ളം കൊടുത്തോ മേന്നെ? ഉണ്ടാവില്ല. എന്നാൽ സംശയിക്കേണ്ട. അവൾക്ക് ഗതി കിട്ടിയിട്ടില്ല. ഈ ഭൂമി വിട്ട് അവൾ എവിടെയും പോയിട്ടില്ല. അത് ശരിയാകാമെന്ന് മേനോനും തോന്നി. ഇപ്പോഴിതാ അപ്പു ഉറപ്പിച്ചു പറയുന്നു ഇട്ടിച്ചിരി അവനെ പേര് ചൊല്ലി വിളിച്ചെന്ന്. കേൾക്കുന്ന കഥകൾ പാടെ തള്ളിക്കളയണ്ട. കാർത്യായനിയേടത്തിക്കോ അവരുടെ മകൾ അമ്മാളുകുട്ടിക്കോ ഒരു ആൺതരി ഉണ്ടായില്ല. മരണാനന്തര ക്രിയകൾക്ക് ആൺപ്രജ വേണം. പിണ്ടമുരുട്ടിവെച്ച് വിധിയാവണ്ണം ബലികർമ്മം ചെയ്യണം. അതാണ് ശാസ്ത്രം. ഇട്ടിച്ചിരിക്ക് ബലിയിടാനും കാക്കയെ കൈകൊട്ടി വിളിക്കാനും ആരും ഉണ്ടായില്ല. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ദേശത്ത് തന്നെ അവൾ ചുറ്റിത്തിരിയുന്നുണ്ടാവും. അലൗകികമായ സിദ്ധികൾ ഉണ്ടാവും അത്രേ ദുരാത്മാക്കൾക്ക്. മൂക്കറ്റം മോന്തിയിട്ടുണ്ടായിരിക്കാമെങ്കിലും മണ്ണാത്തിപ്പാറയിൽ കുപ്പാണ്ടി കണ്ടുവെന്ന് പറയുന്ന സ്ത്രീ ഇട്ടിച്ചിരി തന്നെയെന്ന് വിശ്വസിക്കേണ്ടി വരും. നുണ പറയുന്ന ശീലം അപ്പുനായർക്കുമില്ല. പരിഹാരക്രിയകൾ ചെയ്ത് അവളെ അങ്ങേ ലോകത്തേക്ക് അയക്കണം. വാസുമാഷോട് ഈ കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ച് കഴിയുകയായിരുന്നു മേനോൻ. കേട്ട കഥകളൊന്നും തങ്കമ്മയോട് പറഞ്ഞില്ല. തൽക്കാലം അവളൊന്നും അറിയേണ്ട. അവൾ പേടിക്കും. കുമാരൻ പറയില്ല. അയൽക്കാരികളോ പണിക്കാരികളോ നാട്ടുവിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അലഞ്ഞു നടക്കുന്ന പ്രേതാത്മാവിൻ്റെ കഥയും പറയും. ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് അവളെ സമാധാനിപ്പിക്കാം. വേറെ എന്തു വഴി? തങ്കമ്മ മകൻ്റെ അടുത്ത് ചെന്നു. അവൻ്റെ ചപ്രത്തലയിൽ വിരലോടിച്ചു. കുളിച്ചു വാ. ചോറ് ഇരിപ്പുണ്ട്. അമ്മ തിളപ്പിച്ച് വാർത്തു വയ്ക്കാം. തേങ്ങാ ചമ്മന്തി അരയ്ക്കാം. കട്ടത്തൈരുണ്ടാവും. കുളി വേണ്ട. എന്തേ? കുളത്തിലേക്ക് അച്ഛൻ തുണ വരും. റാന്തല് കാണിച്ചു തരും. ചെല്ലേ. തങ്കമ്മ തോർത്തും സോപ്പ് പെട്ടിയും കൊണ്ടുവന്ന് കൊടുത്തു. മകന് കൂട്ടായി അച്ഛൻ മുമ്പേ നടന്നു. ശേഖരൻകുട്ടി വെള്ളത്തിലിറങ്ങാതെ താഴെ പടിയിലിരുന്നു. അച്ഛൻ ശാസിക്കേണ്ടി വന്നു മുട്ടോളം വെള്ളത്തിലിറങ്ങാൻ. തലയിൽ വെള്ളം കൈകൊണ്ട് കോരി ഒഴിച്ചു. മുങ്ങി നിവരുന്ന നേരം കൊണ്ട് ഇട്ടിച്ചിരിയുടെ പ്രേതം കാലിൽ പിടികൂടുമെന്നും കുളത്തിൻ്റെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്നും അവൻ പേടിച്ചു. തല തുവർത്തിയെന്ന് വരുത്തി കമ്പിറാന്തലിലെ വെളിച്ചത്തിൽ അച്ഛൻ്റെ ഒപ്പം നടന്നു. അമ്മ ചോറ് വിളമ്പി വെച്ചിരുന്നു. ചോറ് തൈരും ഉപ്പും കൂട്ടി കുഴച്ച് വാരി അകത്താക്കി. വിശപ്പുണ്ടെങ്കിലും രുചി തോന്നിയില്ല. നീ എന്താ ചമ്മന്തി കൂട്ടാത്തത്? അമ്മ ചോദിച്ചപ്പോഴാണ് ചെറിയ പ്ലേറ്റിൽ തേങ്ങാ ചമ്മന്തി ഉണ്ടെന്ന് ശേഖരൻകുട്ടി ശ്രദ്ധിച്ചത്. മുകളിൽ അവൻ്റെ മുറിയിൽ അമ്മ കിടക്ക തട്ടി വിരിച്ചു. പടിഞ്ഞാറെ ജനലിൻ്റെ പാളികൾ തുറന്നിട്ടു. മുറിയിൽ കയറിയ പാടെ അവൻ ജനൽപ്പാളികൾ അടച്ച് കുറ്റിയിട്ടു. ഉഷ്ണിച്ചിട്ട് കിടക്കില്ലടാ. സാരല്ല. ഇട്ടിച്ചിരി ജനാൽക്കൽ വന്ന് എത്തി നോക്കുമെന്നും അവളുടെ കൈകൾ അഴികൾക്കിടയിലൂടെ നീണ്ടുവരുമെന്നും അവൻ പേടിച്ചു. അമ്മ മുറിയിൽ നിന്ന് പുറത്ത് കടന്ന ഉടനെ വാതിലടച്ച് തണ്ടു നീക്കി. ശേഖരൻകുട്ടി കിടക്കയിലേക്ക് വീണു. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ 3-ാം ഭാഗത്തിലെ 6-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.